ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റംസാനിലെ 4ാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ കുറേ ടൈം അങ്ങനെ സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മടി ഉണ്ടായിരുന്നു. പിന്നെ പത്തിരി ഉണ്ടാക്കേണ്ടെന്ന് ആദ്യം തന്നെ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈമും ഇല്ല കേട്ടോ, നേരം 12 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരി ഉണ്ടാക്കാനൊക്കെ കുറേ ടൈം വേണമല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു ഇത് വേണ്ടാന്ന് വെച്ചു. പിന്നെ തലേ ദിവസം ബീഫ് കറി ഉണ്ടാക്കിയപ്പോൾ അതിൽ പകുതി എടുത്തിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസത്തിനുള്ള കറിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ കറിയുണ്ട്. പിന്നെ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ പണി എളുപ്പമായല്ലോ. ഇനി സ്നാക്സ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിന് മുന്നേ തലേ ദിവസം വാഷ് ചെയ്തിട്ടുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഡ്രയറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാത്രങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ഡ്രൈ ആവുകയും ചെയ്യും. പിന്നെ പാത്രം കഴുകിയ പാടന്നെ കബോർഡിൻ്റെ ഉള്ളിലൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം ഫ്രീ ആയിട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ രാത്രി എല്ലാം കഴുകിയിട്ട് അതിനകത്ത് തന്നെ വെക്കും. എന്നിട്ട് പിന്നെ ഫ്രീ ആയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയതിൻ്റെ ശേഷമാണ് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണത്. ഇന്ന് സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് റോളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 2 കപ്പോളം മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓയിൽ ഒരു ഏകദേശം 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അളവൊന്നും എടുക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഈസ്റ്റ് ഒരു ടീസ്പൂണില്ല 3/4 ടീസ്പൂണോളം ഈസ്റ്റും ചേർത്തു. കുറച്ച് ചൂടുള്ള പാലും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഈ മിൽക്ക് ചേർത്തിട്ട്, ചൂടുള്ള പാലാണ്, അപ്പോൾ ഓവർ ചൂട് പാടില്ല. അപ്പോൾ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല, എന്നാലും ചൂട് കുറയാനും പാടില്ല കേട്ടോ. അപ്പോൾ ഈ ചൂടുള്ള പാല് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം കുഴച്ചെടുക്കാൻ പാകമായതിൻ്റെ ശേഷം താഴെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം അവിടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ എത്ര മിൽക്ക് വേണമെന്നുള്ളത് നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് പിന്നെ അത് കുഴച്ചതിൻ്റെ ശേഷം ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പൊങ്ങി കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായതിൻ്റെ ശേഷം വലിയ ഉള്ളി, 2 വലിയ സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പച്ചമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ വഴറ്റുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ബീഫ് ഫ്രൈ ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തലേ ദിവസം കുക്ക് ചെയ്ത ബീഫ് നിന്ന് കുറച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം മസാല ഉണ്ട് കേട്ടോ ബീഫിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഉള്ളിൻ്റെ ആ ഒരു മിക്സിലേക്ക് അധികം മസാല ഒന്നും ആവശ്യമില്ല. അപ്പോൾ ബീഫ് ഒന്ന് ഫ്രൈ ആയതിൻ്റെ ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഉള്ളി നന്നായിട്ട് വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് എല്ലാം കുറേശ്ശെ ചേർത്താൽ മതി. കാരണം ബീഫ് നമ്മൾ കറി വെച്ചതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അത്യാവശ്യം എല്ലാ മസാലകളും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഈ ഉള്ളിലേക്ക് കുറേശ്ശായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗരം മസാലപ്പൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ബീഫ് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കറിയിൽ നിന്ന് എടുത്ത് അങ്ങനെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനേക്കാളും ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ബീഫും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ ഞാൻ ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന മല്ലിയിലയാണ് ഇത് കേട്ടോ. അന്ന് കണ്ടെയ്നറിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ആദ്യം ഉണ്ടായിരുന്നതെല്ലാം എടുത്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട് മല്ലിയില. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഇത് കേടുകൂടാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ പാത്രത്തിൽ നിന്ന് ഫുള്ള് പുറത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യം മുകളിലുള്ള ഇലകൾ എടുത്തതിൻ്റെ ശേഷം താഴെ ഭാഗം എടുത്താൽ മതി. അതെല്ലാം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാൻ കഴിയണ രീതിയിലുള്ള കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. തണ്ടോട് കൂടിയിട്ട് തന്നെ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് മല്ലിയില ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഈ ഒരു ബീഫിന് തന്നെ എരിവുള്ളതുകൊണ്ട് ഞാൻ പെപ്പർ പൗഡർ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. കറി വെക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വേറെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് പല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് ആയിട്ടുള്ള സ്നാക്സുകളും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഞാൻ കുറച്ച് കൂടുതൽ ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബീഫ് റോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫില്ലിങ്സ് എല്ലാം ഒന്ന് ചൂടാറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഡോ ഏകദേശം ഒരു 1.5 മണിക്കൂർ ആയപ്പോഴേക്കും നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്നും നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൈദ വേറെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓയിൽ വെച്ചിട്ടാണ് നമ്മളിതിനെ പരത്തിയെടുക്കണത് കേട്ടോ. പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലോർ ഇട്ടിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയ സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് ഇതിനൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ബോൾസാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിനെ പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഫില്ലിങ്സിനെ കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ സെൻട്രലായിട്ട് കുറച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വേണ്ട, കാരണം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ മിനി ആയിട്ടുള്ള ബീഫ് റോളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വലിയ സൈസിലുള്ള ഉള്ളതെല്ലാം മിനി ആയിട്ടാണ്, അപ്പോൾ ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കവർ ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് കൈയിനകത്ത് വെച്ചിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും സൈസിൽ മതി കേട്ടോ, ഒരുപാട് സൈസ് വേണ്ട. നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി പൊങ്ങി വരും. എന്നിട്ട് ഇതിനെ എല്ലാ ഭാഗം ഓക്കെ ഫില്ലിങ്സ് ഒന്നും പുറത്ത് വരില്ല എന്നുള്ള ഉറപ്പായതിൻ്റെ ശേഷം നമ്മൾ റോൾ ചെയ്യണത് നിർത്തുക. എന്നിട്ട് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്യുക. എഗ്ഗ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തതിൻ്റെ ശേഷം അതൊരു കോട്ടിങ് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ഉച്ച ടൈമിലാണ് ഇതെല്ലാം ചെയ്യണത്. അപ്പോൾ വൈകിട്ടാണല്ലോ നമ്മളിത് ഫ്രൈ ചെയ്യുക. അപ്പോൾ വൈകിട്ട് വരെ നമ്മളിത് പുറത്ത് വെക്കണമെങ്കിൽ എന്തായാലും ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് അതൊരു ഒട്ടി പിടിക്കുന്ന അവസ്ഥ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ നേരത്തെ തന്നെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, പുറത്ത് വെക്കാതെ. കാരണം ആ ഒരു കൂളിങ് കിട്ടുമ്പോൾ ഇത് പൊങ്ങാതെ അങ്ങനെ തന്നെ നിന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കണുണ്ട്. അപ്പോൾ ആ ഒരു ഡോ വെച്ചിട്ട് ഇത്രയും റോൾസുകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ദിവസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഹാഫ് എടുത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യണത്. ബാക്കിയുള്ളത് പിറ്റേ ദിവസത്തിന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് എയർ ടൈറ്റ് ആയിട്ട്. അപ്പോൾ ഇതിനൊന്ന് നല്ല ഗോൾഡൻ കളറിലായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വൈകിട്ടാണ് പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ളതെല്ലാം. അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഓവർ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് ഫ്രൈ ചെയ്യരുത്, അപ്പോൾ ഡാർക്ക് കളറായി പോകും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇതാ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലൈമും ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അതും റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗിലുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്